കൽപ്പാത്തി രഥോത്സവത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. മന്നക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് തേരുരുളും. നാളെയാണ് രഥസംഗമം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ മുങ്ങിപ്പോകുമായിരുന്ന കൽപ്പാത്തി രഥോത്സവം അതിന്റെ സകല പ്രൗഢിയോടെയും ആഘോഷിക്കുകയാണ് കൽപ്പാത്തിയിലെ ജനങ്ങൾ. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥികളെയൊക്കെ കാണാം. സരിനെ കാണുന്നുണ്ട്. അക്ഷയ വി കെ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അക്ഷയ, വളരെ പാടുപെട്ടെടുക്കാൻ അത്രയധികം ആളുകൾ അവിടെയുണ്ട്. തിക്കും തിരക്കാണ്. ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൽപ്പാത്തിയിലെ വീഥികൾ. തീർച്ചയായിട്ടും ആര്യ, അവിടെ നിൽക്കാൻ പോലുള്ള സ്ഥലമല്ല, അമ്മാതിരി തിരക്കാണ് ഇവിടെ. സ്ഥാനാർത്ഥിയും ഒക്കെ ഉണ്ട്. LDF സ്ഥാനാർത്ഥി പി സരിൻ രണ്ടാമത്തെ ദിവസമാണ്. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ മന്ദക്കര മഹാഗണപതി അവിടെ നിന്നുള്ള തേരാണ് നമ്മൾ അഗ്രഹാര വീതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇതിവിടെ ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാവിലത്തെ ഈ തേര്. ഇനി നാളെ മൂന്നാം തേരുണ്ട്. സംഗമം കൂടിയാണ്. മുമ്പും ഇതുപോലെ നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ പലരും ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ എല്ലാവരും പ്രചാരണത്തിന്റെ തിരക്കിനിടയ്ക്ക് ഇവിടെ വലിയ കൂടി സമയം കിട്ടുന്നുണ്ടോ? ഇതും നമ്മുടെ പ്രചാരണത്തിന്റെയും കൂടി ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്, ജനങ്ങളുടെ വലിയ പിന്തുണയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഈശ്വര കടാക്ഷം എന്നുള്ളത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാനെ കാണുക, ഭഗവാന്റെ കൂടെയുള്ള ജനങ്ങളെ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യ വിശ്വാസവും. ശരി ആര്യ, ഇതാ അങ്ങനെ ആര്യ ഇവിടെ നാമം ജപിച്ചുകൊണ്ട് രണ്ടാമത്തെ ദിവസം മന്ദക്കര മഹാഗണപതിയുടെ തേരാണ്. അതിപ്പോൾ മന്ദക്കര മഹാഗണപതിയുടെ തേരാണ്. ആ തേരിപ്പോൾ നേരത്തെ വന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് എത്തി അച്ഛനെ തൊഴുത ശേഷം, അതായത് ശിവനെ തൊഴുത ശേഷം ഗണപതി തിരികെ പോയി തേരിലേറി വരുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച. രണ്ടാമത്തെ ദിവസത്തെ തേര് കൂടി ഈ അഗ്രഹാര വീഥികളിലൂടെ ഉരുളുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ്. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്ന. അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. എല്ലാവരും ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളൊക്കെ എത്തുന്നു. ഇവിടെ ഇപ്പോൾ തേര് ഇനിയിപ്പോൾ ഇത്ര നേരം ഇതുവരെ ഈ ദൂരം വരെ, പകുതി ദൂരം വരെ വലിച്ചു നിർത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ടേക്ക് പോകും. വീണ്ടും മുന്നോട്ടേക്ക് പോയിട്ട് വിശാലാക്ഷി സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടതുണ്ട്. UDF സ്ഥാനാർത്ഥിയും ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കയറുന്നതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിശ്വാസത്തിൻ്റെയൊക്കെ കുറെ ചെരുപ്പിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറാമില്ല. രാഹുലിൻ്റെ കൂടി പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തേരിത്രയും വലിച്ച് കഴിഞ്ഞതിന് ശേഷം അവര് പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മറ്റ് പ്രാർത്ഥനയൊക്കെ. ഒരു നിമിഷം രാഹുൽ, ഈ പൂജ വലിയ സന്തോഷത്തിന്റെ കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ തേരിന്റെ ബാക്കി ഭാഗം. ബാക്കി പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് പോവുക. അതിനുശേഷം വൈകുന്നേരം 3 തേരുകൾ ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വലിച്ച തേരുകൾ പടിയിലാണുള്ളത്. അവിടെ നിന്നും ആ തേരുകൾ വൈകിട്ടോടു കൂടിയായിരിക്കും അവിടെ നിന്ന് ആ തേരുകളുടെ പ്രയാണം ആരംഭിക്കുക. തിരക്ക് നമ്മൾ കാണാം. അവരവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും അത് ആഘോഷിക്കുകയാണ്. ഉത്സവത്തിന്റെ തിമിർപ്പിലാണ് കൽപ്പാത്തിയിലെ വീഥികൾ.